2 വർഷം ദൈർഘ്യമുള്ള ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി, 1 വർഷം ദൈർഘ്യമുള്ള അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റോളജി, സർക്കാർ അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സ് എന്നിവയിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായോ താഴെ കാണുന്ന നമ്പറിലോ ബന്ധപ്പെടുക. ആദിവാസി ഗോത്ര വിഭാഗങ്ങളിലുള്ളവർക്കുള്ള മെഗാരേഖ അദാലത്ത് ആഗസ്റ്റ് 2 നിലമ്പൂരിൽ മാനവേദൻ സ്കൂളിൽ നടക്കും. ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾക്ക് രേഖകൾ ഉറപ്പുവരുത്തുമെന്ന് ആര്യടൻ ഷൗക്കത്ത് MLA പറഞ്ഞു. ഈ പറയുന്ന അടിസ്ഥാന രേഖകൾ പലതും ഇല്ലാത്തത് കൊണ്ട് പല ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെടുന്ന അവസ്ഥാവിശേഷം. അത് നമുക്ക് നേടിക്കൊടുക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. അതിന് നമ്മൾ ഒരൊറ്റ മനസ്സായി നിന്നാൽ ഇപ്പൊ എല്ലാം കലക്ടറും ഇപ്പൊ നമ്മുടെ തഹസിൽദാർ തന്നെ നമ്മുടെ യോഗത്തിന് എത്രാമത്തെ തവണയായിരുന്നു? 3ഓ 4ഓ തവണ അല്ലേ? ഡെപ്യൂട്ടി തഹസിൽദാറും വില്ലേജും നാളെ ഇനി കലക്ടറേറ്റിൽ ഇതിന്റെ യോഗം. കലക്ടർ എടുക്കുന്ന ഇതിനു വേണ്ടി എടുക്കുന്ന എന്താ പറയാ ഒരു താല്പര്യം. സബ് കലക്ടർ ഇന്നലെ പ്രത്യേക യോഗം വിളിച്ചു. ഇന്നലെ വിരിഞ്ഞാണ് വില്ലേജ് ഓഫീസറിന് ഓൺലൈൻ യോഗം വിളിച്ച് ഓൺലൈൻ യോഗം വിളിച്ചു. അതെന്താന്ന് വെച്ചാൽ പഞ്ചായത്തിൽ നിന്ന് NAC കൊടുത്തിട്ടും വില്ലേജിൽ താമസം വരുന്നു എന്നൊരു പരാതി വന്നപ്പോ അതിൽ സബ് കലക്ടർ പറയുന്ന അതിന് പിറ്റേ ദിവസം തന്നെ കലക്ടർ വില്ലേജ് ഓഫീസർമാരെ യോഗം വിളിച്ചു. ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ആദിവാസി സമൂഹത്തിലുള്ളവർ രേഖകൾ ഉറപ്പുവരുത്തണമെന്ന് ആര്യടൻ ഷൗക്കത്ത് MLA. ആദിവാസി ഗോത്ര വിഭാഗങ്ങളിലുള്ളവർ ഓഗസ്റ്റ് 2 നിലമ്പൂർ മാനവേദൻ സ്കൂളിൽ നടത്തുന്ന മെഗാ രേഖാ അദാലത്തിൽ പങ്കെടുത്ത് 9 ആവശ്യരേഖകൾ സ്വന്തമാക്കണമെന്നും വ്യക്തമാക്കി. നിലമ്പൂർ നിയോജക മണ്ഡലം സമഗ്ര വികസന പദ്ധതിയായ വികാസ് വിഷൻ 2040ന്റെ ഭാഗമായി ആദിവാസി മെഗാരേഖ അദാലത്ത് ഒരുക്കങ്ങളുടെ ഭാഗമായി അവലോകന യോഗം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു. നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ഗോത്രവർഗ ഉന്നതിയിലും ഇതുമായി ബന്ധപ്പെട്ട് സർവേ നടത്തി. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ മുഴുവൻ വകുപ്പുകളും ഇതിനോടകം അദാലത്തിന്റെ വിജയത്തിനായി പ്രാഥമിക പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. അവലോകന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി C. മമ്പ്ര അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ്, ചുങ്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് CK സുരേഷ്, അമരമ്പല പഞ്ചായത്ത് പ്രസിഡന്റ് VP അഫീഫ, മൂത്തേടം പഞ്ചായത്ത് പ്രസിഡന്റ് അഫ്സത്ത് എടക്കര, പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ ഹരിദാസ്, പോത്തുകൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷറഫുനീസ, വഴിക്കടവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷ, ചുങ്കത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൈമൂന, അമരമ്പലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് നൊട്ടത്ത്, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ മുസ്തഫ കളത്തുംപടിക്കൽ, സ്മിത മോൾ, മുംതാസ് ബാബു, പദ്ധതി കോർഡിനേറ്റർ ഡോക്ടർ ബാബു വർഗീസ്, തഹസിൽദാർ MP സിന്ധു, ഡെപ്യൂട്ടി തഹസിൽദാർ KP പ്രമോദ്, AEO ജേക്കബ് സത്യൻ, BPC ജയൻ, മാനവേദൻ സ്കൂൾ ഹെഡ്മാസ്റ്റർ അബ്ദുറഹ്മാൻ, ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ T. മധു, മഹിളാ സമാഖ്യ ജില്ലാ കോർഡിനേറ്റർ M. റജീന, കീസ്റ്റോൺ ഫൌണ്ടേഷൻ കോർഡിനേറ്റർ ശ്യാംജിത്ത്, കുടുംബശ്രീ നിലമ്പൂർ ട്രൈബൽ പ്രൊജക്ട് കോർഡിനേറ്റർ മുഹമ്മദ് ഷാനു, KV ജയേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.